for his dedicated service and leadership in law enforcement. His roles involves overseeing police operations, ensuring the effective implementation of law and order, and addressing community concerns. I welcome Shri A.J. Thomas, DYSP, Narcotic Cell, Kottayam, for felicitation and prize distribution to the stage. ശ്രീ A.J. തോമസ്, കോട്ടയം നാർക്കോട്ടിക് സെൽ DYSP ആണ് ശ്രീ A.J. തോമസ്. ഇക്കാലം അത്രയും ബ്രില്യന്റ് കുടുംബത്തിന്റെ ഏതൊരു കാര്യത്തിനും സ്നേഹത്തോടെ നിലകൊള്ളാറുണ്ട് ശ്രീ A.J. തോമസ്. 150-ൽ പരം ഗുഡ് സർവീസ് എൻട്രികളും അനേകം അനുമോദന മെഡലുകളും അലങ്കാരമാക്കുന്ന ശ്രീ A.J. തോമസിന് മെഡിക്കൽ വിക്ടറി ഡേയിലേക്ക് സ്വാഗതം. ആദരണീയനായ മന്ത്രി ശ്രീ രാജീവ് സാർ, ഡയറക്ടേഴ്സ്, പേരൻസ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, വളരെ മനോഹരമായ ഒരു ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ശ്രീനന്ദ പഠിച്ച മാന്നാനം കെ സ്കൂളിൻ്റെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷം കൂടുതലുണ്ട്. പിന്നെ ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ നമ്മുടെ അയൽവക്കത്തെ പ്രസ്ഥാനമാണ്. ഒരു ചെറിയ സ്റ്റഡി സെൻറ്റർ എന്നതിനേക്കാളപ്പുറം കേരളത്തിലങ്ങോളമുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിടർത്തി കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായി ഇന്ന് മാറിയിരിക്കുകയാണ് ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ. സാധാരണക്കാരായ കുട്ടികൾക്കും പഠിക്കുവാനായിട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് സാമ്പത്തിക സഹായം, പഠിക്കാൻ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് മറ്റെന്ത് കുറവുകളുണ്ടെങ്കിലും അതെല്ലാം നികത്തി അവർക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ബ്രില്യൻ്റ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നിരവധി വിദ്യാർത്ഥികൾക്ക് നമ്മളൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള ഫീസ് ഇളവുകൾ, മറ്റ് ആനുകൂല്യങ്ങളൊക്കെ നൽകി അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുഖ്യധാരയിൽ എത്തിക്കുവാനായിട്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനം ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് കൂടി വളരെ ചാരിതാർത്ഥകമായ കാര്യമാണ്. ഒരു കാലത്ത് IITയും NITയും ഒക്കെ നോർത്ത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മാത്രമായി റിസർവ് ചെയ്തിരുന്ന പോലൊരു കാലഘട്ടത്തിൽ അതിലേക്ക് മലയാളി വിദ്യാർത്ഥികൾക്ക് ഇടിച്ച് കയറി ചെല്ലുവാനും മുൻനിരയിലെത്തുവാനും ഒരു വാതിൽ തുറന്നു കൊടുത്ത ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്ററിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്ന വിജയികളായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. അവരെ വിജയിപ്പിക്കുവാനായിട്ട് അവരുടെ പിന്നിൽ നിന്ന് കഠിനാധ്വാനം ചെയ്ത അവരുടെ മാതാപിതാക്കളെയും ഞാൻ ആശംസിക്കുകയാണ്. ഈ വിജയം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു തുടക്കം മാത്രമാണെന്നുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടാവണം. ഇനിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ പരീക്ഷണങ്ങൾ കടന്നു വരുന്നത്. അതിൽ നിങ്ങൾക്കെല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ആദ്യമായി സാന്ത്വന P, നീറ്റ് റാങ്ക് 995, സ്കോർ 701, ലഭിക്കുന്നു 5000 rupees ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മൊമെന്റവും. ദിയ ഫാത്തിമ PT, നീറ്റ് റാങ്ക് 1021, നീറ്റ് സ്കോർ 701, ലഭിക്കുന്നു 5000 rupees ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മെമെന്റോയും. നോറ B പാലിയത്ത്, നീറ്റ് റാങ്ക് 1047, നീറ്റ് സ്കോർ 700, ലഭിക്കുന്നു 5000 rupees ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മെമെന്റോയും. മുഹമ്മദ് അഹ്സാൻ PK, നീറ്റ് റാങ്ക് 1054, നീറ്റ് സ്കോർ 700, ലഭിക്കുന്നു 5000 rupees ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മെമെന്റോയും. BS ഭരത് കൃഷ്ണ, നീറ്റ് റാങ്ക് 1061, നീറ്റ് സ്കോർ 700, ലഭിക്കുന്നു 5000 rupees ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മെമെന്റോയും. അടുത്തതായി സലീഖ പർവിൻ RA, നീറ്റ് റാങ്ക് 1237, നീറ്റ് മാർക്ക് 700, സമാനമായി ലഭിക്കുന്നു 5000 rupees ക്യാഷ് പ്രൈസ് ആൻഡ് ഗോൾഡ് മെഡൽ മൊമെന്റോ. R ഗൗരംഗ്, നീറ്റ് റാങ്ക് 1247, നീറ്റ് മാർക്ക് 700, 5000 രൂപ സ്കോളർഷിപ്പും ഗോൾഡ് മെഡൽ മൊമെന്റോയും കരസ്ഥമാക്കുന്നു R ഗൗരംഗ്. അടുത്തതായി ഫാത്തിമത്ത് ഹിബ, നീറ്റ് റാങ്ക് 1253, നീറ്റ് മാർക്ക് 700, 5000 രൂപ സ്കോളർഷിപ്പും ഗോൾഡ് മെഡൽ മൊമെന്റോയും കരസ്ഥമാക്കുന്നു ഫാത്തിമത്ത് ഹിബ. MS ഗോവിന്ദ് കൃഷ്ണ, നീറ്റ് റാങ്ക് 1266, നീറ്റ് മാർക്ക് 700,
സമ്മാനമായി കരസ്ഥമാക്കുന്നത് 5000 രൂപ സ്കോളർഷിപ്പും ഗോൾഡ് മെഡൽ മെമെന്റോയും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.